വിശുദ്ധ പൗലോസ് എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം. ഇക്കാരണത്താൽ ജനതകളായ നിങ്ങളെ പ്രതി ക്രിസ്തു യേശുവിൻ്റെ തടവുകാരനായിരിക്കുന്ന പൗലോസായ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവകൃപയുടെ കാര്യസ്ഥത നൽകപ്പെട്ടവനാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ മുമ്പ് ചുരുക്കി എഴുതിയിട്ടുള്ള പോലെ വെളിപാട് വഴിയാണ് ഈ രഹസ്യം എനിക്ക് വ്യക്തമാക്കപ്പെട്ടത്. അപ്രകാരം നിങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രഹസ്യത്തിലുള്ള എൻ്റെ ഉൾക്കാഴ്ച നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവാൽ വെളിപ്പെടുത്തപ്പെട്ട പോലെ മറ്റു തലമുറകളിലെ മനുഷ്യമക്കൾക്ക് ഇത് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. അതായത്, സുവിശേഷം വഴി ജനതകൾ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഒരേ ശരീരവും വാഗ്ദാനത്തിൽ ഭാഗഭാക്കുകളുമാകുന്നു. അവൻ്റെ ശക്തിയുടെ പ്രവർത്തനത്താൽ എനിക്ക് നൽകപ്പെട്ട ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ഞാൻ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായി. എല്ലാ വിശുദ്ധരെയും കാൾ തീർത്തും നിസ്സാരനായി എനിക്ക് ക്രിസ്തുവിൻ്റെ അളവില്ലാത്ത സമ്പത്തിനെക്കുറിച്ച് ജനതകളോട് പ്രസംഗിക്കാൻ, അതായത് സകലതും സൃഷ്ടിച്ച ദൈവത്തിൽ യുഗങ്ങളോളം ഗുപ്തമായിരുന്ന രഹസ്യത്തിൻ്റെ കാര്യസ്ഥത എന്തെന്ന് എല്ലാവർക്കും വ്യക്തമാക്കാൻ ഈ കൃപ നൽകപ്പെട്ടു. ആകാശങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിൻ്റെ ബഹുമുഖജ്ഞാനം ഇപ്പോൾ അറിയിക്കപ്പെടുന്നതിനു വേണ്ടിയാണിത്. നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിൽ അവിടുന്ന് നിറവേറ്റിയ നിത്യമായ ഉദ്ദേശ്യത്തിന് അനുസൃതമായാണിത്. അവനിൽ നമുക്ക് ധൈര്യവും അവനിലുള്ള വിശ്വാസം വഴി ദൈവത്തെ സമീപിക്കാമെന്ന പ്രത്യാശയുമുണ്ട്. അതിനാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ സഹനങ്ങളിൽ നിങ്ങൾ അധീരരാകരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അവ നിങ്ങളുടെ മഹത്വമാണ്. ഇക്കാരണത്താൽ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ മുട്ടുകൾ മടക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങളും പിതാവാൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്കനുസരിച്ച് അവിടുത്തെ ആത്മാവാൽ ആന്തരിക മനുഷ്യനെ ശക്തിയിൽ ഉറപ്പിക്കാൻ അവിടുന്ന് നിങ്ങൾക്ക് വരം തരട്ടെ. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. സ്നേഹത്തിൽ വേരുപാകിയും അടിയുറപ്പിക്കപ്പെട്ടും സകല വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ ശക്തി ലഭിക്കാനും അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കാനും അങ്ങനെ ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ നിറയാനും ഇടയാകട്ടെ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്ന എല്ലാറ്റിനെയും കാൾ വളരെയേറെ ചെയ്യാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും ക്രിസ്തു യേശുവിലും എല്ലാ തലമുറകളോളം എന്നും എന്നേക്കും മഹത്വം. ആമേൻ. വിശുദ്ധ പൗലോസ് എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം. ആകയാൽ കർത്താവിനു വേണ്ടി തടവുകാരനായിരിക്കുന്ന ഞാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന വിളിക്ക് യോഗ്യമായ വിധം ചരിക്കാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. പൂർണ്ണ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ സ്നേഹത്തിൽ പരസ്പരം സഹിഷ്ണുത കാണിച്ച് സമാധാനത്തിൻ്റെ ബദ്ധതയിൽ ആത്മാവിൻ്റെ ഐക്യം കാത്തുസൂക്ഷിക്കാൻ ഉത്സുകരായിരിക്കുവിൻ. നിങ്ങളുടെ വിളിയുടെ ഏകപ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ട പോലെ ഒരു ശരീരവും ഒരാത്മാവുമാണുള്ളത്. ഒരു കർത്താവ്, ഒരു വിശ്വാസം, ഒരു ജ്ഞാനസ്നാനം. സകലത്തിനും ഉപരിയായവനും സകലത്തിലൂടെയും സകലത്തിലുമായവനും സകലരുടെയും പിതാവും ദൈവവുമായ ഒരുവൻ. ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ബന്ധനത്തെ തന്നെയും ബന്ധിതമാക്കി. മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി. അവൻ ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് അവരോഹണം ചെയ്തു എന്നല്ലേ? അവരോഹണം ചെയ്തവൻ തന്നെയാണ് എല്ലാം പൂർത്തിയാക്കാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കും മേലെ ആരോഹണം ചെയ്തതും. അവൻ ചിലരെ അപ്പസ്തോലന്മാരും മറ്റു ചിലരെ പ്രവാചകന്മാരും വേറെ ചിലരെ സുവിശേഷകന്മാരും ഇനിയും ചിലരെ ഇടയന്മാരും പ്രബോധകന്മാരുമായി നിയമിച്ചു. വിശുദ്ധരുടെ സജ്ജീകരണത്തിനു വേണ്ടി
ശുശ്രൂഷയുടെ നിർവഹണത്തിനും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ പരിപോഷണത്തിനുമാണിത്. നാമെല്ലാം വിശ്വാസത്തിൻ്റെയും ദൈവപുത്രനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെയും ഐക്യത്തിലേക്കും പരിപൂർണ മനുഷ്യനിലേക്കും ക്രിസ്തുവിൻ്റെ പൂർണ്ണാവസ്ഥയുടെ തലത്തിലേക്കും എത്തിച്ചേരുന്നതുവരെ ഇത് തുടരണം. മനുഷ്യരുടെ കുതന്ത്രങ്ങളുടെയും വഞ്ചനയുടെ പദ്ധതിയിലേക്ക് നയിക്കുന്ന പ്രബോധനങ്ങളുടെയും കാറ്റിൽ ആടുകയും അങ്ങുമിങ്ങും ഉലയുകയും ചെയ്യുന്ന ശിശുക്കളെപ്പോലെ ഇനിമേൽ നമുക്ക് ആകാതിരിക്കാം. പ്രത്യുത സ്നേഹത്തിൽ സത്യം മുറുകെ പിടിച്ചുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് നാം എല്ലാവിധത്തിലും വളരേണ്ടിയിരിക്കുന്നു. അവൻ വഴി ശരീരം മുഴുവൻ അതിൻ്റെ ഓരോ ഘടനക്രമത്തിലൂടെയും സമന്വയിക്കപ്പെടുകയും യോജിപ്പിക്കപ്പെടുകയും അങ്ങനെ അതിൽ തന്നെ സ്നേഹത്തിൽ പടുത്തുയർത്തപ്പെടുകയും ചെയ്യുന്നു. അത് ഓരോ അംഗത്തിൻ്റെയും പ്രവർത്തനത്തോതനുസരിച്ച് ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അതിനാൽ ഇത് ഞാൻ പറയുകയും കർത്താവിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ജനതകൾ തങ്ങളുടെ മനസ്സിൻ്റെ ഭോഷത്വത്തിൽ ചരിക്കുന്ന പോലെ നിങ്ങൾ ചരിക്കരുത്. അവരുടെ അജ്ഞതയാൽ, ഹൃദയത്തിൻ്റെ കാഠിന്യത്താൽ മനസ്സിൽ അന്ധകാരം ബാധിച്ച് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അവർ അകറ്റപ്പെട്ടു. അവർ മനസ്സുമരവിച്ച് എല്ലാ അശുദ്ധതകളുടെയും ചെയ്തികളിൽ ആർത്തിയോടെ മുഴുകാൻ ദുരാസക്തിക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തു. പക്ഷേ നിങ്ങൾ ഇപ്രകാരമല്ല ക്രിസ്തുവിനെപ്പറ്റി പഠിച്ചിരിക്കുന്നത്. സത്യം യേശുവിലാണെന്നതിനാൽ നിങ്ങൾ അവനെ ശ്രവിക്കുകയും അവനിൽ പ്രബോധിതരാകുകയും ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ ജീവിത രീതി അനുസരിച്ചുള്ളതും വഞ്ചനയുടെ ആസക്തികളാൽ കളങ്കിതവുമായ പഴയ മനുഷ്യനെ നിങ്ങളിൽ നിന്ന് ഉരിഞ്ഞുകളയുക. മറിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥ നീതിയിലും സത്യത്തിൻ്റെ വിശുദ്ധിയിലും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുക. അതിനാൽ വ്യാജം വെടിഞ്ഞ് ഓരോരുത്തരും അയൽക്കാരനോട് സത്യം സംസാരിക്കണം. കാരണം നാം പരസ്പരം അവയവങ്ങളാണ്. കോപിക്കാം, പക്ഷെ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപത്തിൽ സൂര്യൻ അസ്തമിക്കാതിരിക്കട്ടെ. പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കരുത്. മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കാതിരിക്കട്ടെ. പ്രത്യുത ഒന്നുമില്ലാത്തവനുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും വേണ്ടതിന് അവൻ സ്വകരങ്ങളാൽ നല്ലത് ചെയ്തുകൊണ്ട് അധ്വാനിക്കട്ടെ. ദുഷിച്ച വാക്കൊന്നും നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടാതിരിക്കട്ടെ. എന്നാൽ കേൾവിക്കാർക്ക് കൃപ ലഭിക്കുന്നതിന് അവസരോചിതമായി പരിപോഷണത്തിനുതകുന്ന നല്ലതു മാത്രം ഉണ്ടാകട്ടെ. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. സകല കയ്പും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടട്ടെ. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമ കാണിച്ച പോലെ നിങ്ങളും പരസ്പരം ദയയുള്ളവരും അനുകമ്പയുള്ളവരും അന്യോന്യം ക്ഷമിക്കുന്നവരും ആയിരിക്കുവിൻ.